ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം നമ്മൾ ഇന്ന് 9,000-ലേക്കാണ് പോകണം കേട്ടോ. 9,000-ലേക്കാണ് പോകണം. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം അവിടുന്ന് മീൻ കിട്ടിയായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ഒരു 1.5 കിലോ 148 കിലോ മീൻ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ വ്യത്യാസം പിന്നെ ഞായറാഴ്ച ആയിരുന്നു. ഡ്രൈവർമാരൊക്കെ വീട്ടിൽ പോയതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച പോയില്ല. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച ഇപ്പം വിടുക. നമ്മളെ ശങ്കറും ഉണ്ട്, നമ്മളെ ചെറുക്കപ്പാനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ നമ്മളിപ്പം വേമ്പനാട്ട് കായലിലെത്തിയിരിക്കുക. ഇനി നമ്മൾ മാർത്താണ്ഡം തോട് വഴിയാണ് പോകണം കേട്ടോ. നമ്മളെ പള്ളാത്തുരുത്തിയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള പാടങ്ങളെന്ന് പറഞ്ഞാൽ കാട് കയ്യാറ് കഴിഞ്ഞുകൊണ്ട് വളപ്പും, അത് കഴിഞ്ഞുകൊണ്ട് ഇരുമ്പനം പാടം, അത് കഴിയുമ്പം വലിയേരിപ്പാടം, അത് കഴിയുമ്പോൾ കനകാശ്ശേരിപ്പാടം, അത് കഴിഞ്ഞ് കുപ്പപ്പുറം പാടം. ഇതാണ് കുപ്പപ്പുറം പാടം. അത് കഴിഞ്ഞാൽ അത് ആ കാണുന്ന ചെറുകായൽ പാടം കേട്ടോ. അത് കഴിഞ്ഞ് സി ബ്ലോക്ക്, അത് കഴിഞ്ഞ് മാർത്താണ്ഡ. അപ്പോൾ നമ്മളെ റൈറ്റ് സൈഡിലുള്ള പാടമാണ് പറഞ്ഞത് കേട്ടോ. ലെഫ്റ്റ് സൈഡിലുള്ള പാടം നാളത്തെ വീഡിയോയിലായിരിക്കും. അപ്പോൾ നമ്മളിനി നേരെ മാർത്താണ്ഡം ചെന്നിട്ട് നേരെ ഒരു ഒറ്റ നീളം വിടുക. ഇനി നമ്മൾ വടക്കേറായിരത്തില പാപ്പയുടെ ചായക്കടയിൽ ചെന്നാൽ ഇന്ന് ചായ കുടിക്കുന്ന അവിടെയാണ്. നമ്മൾ വേമ്പനാട്ട് കായൽ ഇത് ചോദിക്കാം, മൂടാപ്പ് കണ്ട. ഇപ്പോൾ ഒരു 6:15 ആയതേ ഉള്ളൂ, 6:15. ഇപ്പോഴേ ഒരു ചായക്കടയുണ്ട്. ഈ ചായക്കടയിൽ നമ്മൾ ചായ കുടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് വടക്കേ 6,000 മൂലക്കായി ചായക്കട പാപ്പ. നമ്മള് പൊറോട്ട മുട്ട അല്ല ഇവിടെ പറഞ്ഞു അപ്പനൊക്കെ പൊറോട്ട മുട്ട അടിക്കുന്നു. ഹായ്, നമ്മോട് സബ്സ്ക്രൈബറാണ് ഇപ്പം വിളിച്ചത് കേട്ടാ. അത് വാരുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. നമ്മൾ ഇത്രയും ദൂരത്ത് നിന്നപ്പോഴാണ് നമ്മൾ അപ്പാപ്പിന്ന് വിളിച്ചപ്പോൾ നമുക്ക് അണ്ണാ മുന്നോട്ട് പോവുക. നമ്മുടെ ഈ പുറകെ കാണുന്നത് 24,000 കേട്ടോ. 24,000. ഇത് പഴയ 14,000. അത് 3,500. ആ നേരെ കാണുന്നത് 3,500. ആ കാണുന്നത് 3,500. അപ്പോൾ നമുക്ക് ഈ തോട് വഴിയാണ് പോകണ്ടേ. ഈ 3,500 അപ്പുറമാണ് 9,000 പാടം. നമ്മളിപ്പോൾ 9,000-ലേക്ക് കേട്ടാ. ഈ പഴയതിൻ്റെ അപ്പുറമാണ് ആപ്പ് കായൽ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ഈ 9,000-ലേക്ക് വന്ന് നമ്മൾ അപ്പുറത്തെ തോട് വഴിയായിരുന്നു. അതായത് ആപ്പുകായലിൻ്റെ മാരാങ്കായലിൻ്റെ അപ്പുറത്തൂടെ, അതിൻ്റെ നടുക്കൂടെ ഒരാറുണ്ട്. അവിടുത്തെ കല്ലൊക്കെ തെളിഞ്ഞ് ആ ചാക്കൊക്കെ തെളിഞ്ഞ് നിന്ന് നമ്മൾ പല നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ആയിരുന്നു കേട്ടോ. ഈച്ചയുണ്ട്, എവിടെയുണ്ട് ഈച്ചത്. വന്നിരുന്നില്ല, അണ്ണേക്കൂനെ കടിച്ചു തന്നെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ആയിരുന്നു. അപ്പം ഇന്നിപ്പം വന്നപ്പോൾ അതേ കണക്ക് തന്നെ വെള്ളം, ശകരയുടെ വെള്ളം കൂടിയെങ്കിലും ഉള്ളു. അപ്പം നമ്മൾ തറയൊന്ന് മാറ്റി പിടിക്കുക കേട്ടോ. ചിലപ്പോൾ നമ്മൾ അപ്പുറത്തെ തറയിൽ പോകും ചിലപ്പോൾ.
പടിഞ്ഞോട്ടുള്ള ചാലിലാണ് ആ ടീം നടക്കുന്നത്. ഒരു 3 പേര് നടക്കുന്ന പടിഞ്ഞോട്ട് നടക്കുന്നത്. അവിടെ തൊട്ട് അങ്ങോട്ട് നമ്മൾ തപ്പിയത്. പക്ഷെ അവിടുന്ന് അവരുടെ അവിടെ നിന്ന് കുറച്ചുകൂടെ കയറിയാണ്. ഞങ്ങളേ അപ്പുറത്തോട്ടൊന്ന് കറങ്ങി വെച്ചൊക്കെ വരാം. നടക്കട്ടെ. എങ്ങനെയുണ്ട് നമ്മുടെ സഹോദരങ്ങളാണ് വല വെക്കുന്നത്. എങ്ങനെയുണ്ട്? നമ്മൾ സെയിം ചാലിൽ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. വരാല് കാണുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ. നമ്മുടെ പ്രക്കാട് വിശാന്റെ മകനല്ല, അവനെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ കണ്ടിട്ട് മനസ്സിലായില്ല ആദ്യം കേട്ടാ. അതല്ല അപ്പുറം ഒരു വരാല് പിടിച്ചിട്ട് കേട്ടോ. അപ്പുറയിലെ ചേട്ടായുടെ ഒരു വരാല് മുട്ടിയിട്ടുണ്ട്. മുന്നോട്ട് മാറിയത്. മൊത്തം ചത്തു പോയില്ലാണ്, ചത്ത് ചീനി കിടക്കുക മൊത്തം. ഞങ്ങള് ചെല്ലുമ്പോ ഓരോ ചാക്ക് പെറുക്കി കൊണ്ടുപോകും. രണ്ടുപേരും കൂടെ വണ്ടിക്ക് അടിക്കുമ്പോ നിങ്ങൾ കന്നിട്ട് വണ്ടിക്ക് വന്നേച്ചും അവിടുന്ന് വള്ളത്തെ പോരും അല്ലേ? എളുപ്പമല്ലേ? ഒരാൾ ആ കുട്ടികളാണ്. അണ്ണാ നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ അണ്ണാ. അണ്ണാ ഒന്ന് പേര് പറഞ്ഞ. എൻ്റെ പേര് സജി. ജയൻ. ജയൻ. വിനീഷ്. അണ്ണാ രഞ്ജീവ്. രഞ്ജീവ്. ഓക്കെ. വരാല് കുറവാ. വരാല് ഇപ്രാവശ്യം പാടത്ത് പറയുന്നത് വരാല് വിട്ട് കയറിയെന്നാ പറയുന്നത്. ഒരു വല വെച്ച് 2 കിലോമീറ്റർ തപ്പി വന്ന വലപ്പാടായത്. 3 വരാല്. മീനെടുപ്പുകാർ പറയുന്നത് ശരി മീൻ വിട്ട് കയറുകയെന്ന് പറയുന്നത് പാടത്ത്. വരാലിന് വിലയും തരുന്നില്ലേ ഇവര്. ഉണ്ടാ ഒരു വല പൊക്കിയാ ഞങ്ങളിത്. കമ്പ് 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 2 കിലോമീറ്റർ തപ്പി വന്നതായത്. 3 വരാലുണ്ട്. ഒരു വല വെച്ചിട്ട് പെരഞ്ഞ് കിടക്കുമെന്നാ പറയുന്നത്. 2 വരാല അവര് അങ്ങ് ആ വളവിന്ന് അടിച്ചോണ്ട് വന്നേ. നീ ആ പൊങ്ങ് തിരിച്ചു വിടുക. അല്ല ആ ഇത് തിരിച്ചു വിടും. വെയിറ്റ് തിരിച്ചു വിടും. നമ്മളെ സഹോദരങ്ങളാ കേട്ടോ. അവര് മിത്രക്കേരിയ. അവർ കിഴക്കോട്ട് വല പോരി വെച്ചിരിക്കുന്നു, നമ്മൾ പടിഞ്ഞോട്ട് വല പോരി വെച്ചിരിക്കുന്നു കേട്ടോ. നമ്മളെ ഇവിടെ കണ്ട വാഹ നിൽപ്പുണ്ട്. വാഹ ഇല്ല ആ മറിയുന്ന ആ വാഹ ഇല്ല നിൽപ്പുണ്ട്. അത് കാരണം നമ്മളിത് ഇത് തന്നെ നോക്കുമല്ലോ ആദ്യം തന്നെ കേട്ടോ. നമ്മളെ സഹോദരങ്ങളാ കേട്ടോ. ഇതിലെ കറക്കിക്കുന്നതന്നെ. ഇപ്പം ഇങ്ങനെ തിരിച്ച് കാണിക്കും. മീൻ ഉള്ള സ്ഥലമാണെങ്കിൽ തിരിയും വർത്തമാനം ഒന്ന് ലോടിക്കളയും. നമ്മളെ കണ്ടാൽ മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ല. അത്രയും ആൾക്കാരാ. അപ്പുറം ഒരു കുറ്റി ഉണ്ടായിരുന്നല്ലോ അപ്പം. ശങ്കരേ കേറലേ കേറലേ. ആ ഇല്ല ഇരുമ്പ് ഇതേ മൊത്തം കമ്പാ ഇവിടെ. ഇല്ല പയ്യെ പോണേ. മൊത്തം കമ്പാ. അങ്ങനെ ഒപ്പം കയറി
നമ്മളെ പറക്കുഴി ഇപ്പോൾ ഒതുക്കി കേട്ടോ. ഇവിടെ നിന്ന് ഒതുക്കി നമ്മൾ ഇവിടം വരെ വെച്ചിരിക്കുക. നമ്മൾ ഉള്ളുമ്പല അവിടേക്ക്. അപ്പോൾ ഈ കണ്ടത്തിൽ ഒന്നും ഒറ്റ എന്തോ ഓടുന്നുണ്ട്. നമ്മൾ ഇത് അതിനൊക്കെ ഈ കണ്ടത്തിലൊക്കെ വാഹ കയറുന്നു. എന്തോ വാഹ കയറി വാഹയിലും വാളയായി. നമ്മുടെ കൂലിപ്പണി ചെയ്യാനായിട്ട് നമുക്ക് ബംഗാളിൽ നിന്ന് അതിഥി തൊഴിലാളി ഇറക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആളില്ല. ബായ് നമ്മുടെ വലയില് മീൻ അടിച്ചു കേട്ടെ. അപ്പുറന്ന് വരട്ടെ. നോക്കണേ, പൊങ്ങ് നോക്കണേ. വലയോട് അടുക്കാൻ അത് ചാടും. തുഴഞ്ഞ ആണോ? ഓ ദേ വാള എൻ്റെ കാലം വന്നു. മേളൊന്ന് വലിച്ചടാ. ആ ആകുമ്പോ പറിച്ചിട്ടില്ല. നമ്മളെ വലയിലടിച്ച് തകർത്ത് വല മീൻ വരാൻ തുടങ്ങി. അത് ഞാൻ പറിക്കാം. നിങ്ങൾ മേള് നോക്കൂ, മേള് നോക്കൂ. ഞാൻ വലയെല്ലാം കുത്തിക്കോളാം. കമ്പുണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ശകലം കൂടെ ഇറങ്ങിപ്പോ. ആ ഇനി അണ്ണ ഞാൻ അപ്പുറം ചവിട്ടിക്ക് അവിടെ. ആ നോക്കിക്ക്. ഇത് നിന്റെ പുറകെ വാള. പിടിക്കാൻ നോക്കണ്ട കേട്ടാ. വല ചേർത്ത് വെച്ചു കഴിവതും. അപ്പൊ ഇതൊക്കെ പൊഴിഞ്ഞു കിടക്കുന്നയാ. ശങ്കരേ, വല കയറ്റി വെക്കാന്ന്. വല കയറ്റിക്ക. അവിടെ എല്ലാം പറിച്ച് നമ്മള് വല മീൻ അപ്പുറത്തെ വലയിലും ഇപ്പുറത്തെ വലയിലും തട്ടാൻ തുടങ്ങി കേട്ടാ. വല ഊരട്ടാ. ഇതോ വലിയ വളർത്തി വേന. ഇത് വലക്കകത്ത് വാള കേറ്റ്. ശങ്കര അടി വലിച്ചേ. ലൂസ് ഉണ്ടെങ്കിൽ വല വലിച്ച് കയ്യിലെടുത്തു വേണം. ഇതൊന്നും പറയാൻ നിൽക്കരുത്. അറിഞ്ഞറിഞ്ഞ് ചെയ്യണം. അവിടെ ഞാൻ ഒരു ചവിട്ടിൻ്റെ ആയിരിക്കൂടാ. നോക്കട്ടെ എന്താന്ന്. ആ ശങ്കർ വല വലിച്ചേ. വലിച്ചേ വല. നീ അങ്ങനെ വലിക്കാം. നിനക്ക് വലയുണ്ടാ? നിക്കേ വലിച്ചാടാ ഇങ്ങോട്ട് സൈഡ്. ആ പൊങ്ങും കടന്ന് പിടിച്ച്. അപ്പാ ഇത്ര ഒന്ന് പൊക്കി അവൻ്റെ കൊടുത്തോട്ടെ. ശങ്കര, ഞാൻ പറയുമ്പോൾ രണ്ടും കൂടെ പൊക്കി രണ്ട് സ്ഥലത്തോട്ട് മറിച്ചോണം. കേട്ടാ പറഞ്ഞ കേട്ടാ. പൊക്കാവാ. അങ്ങ് രണ്ടും പൊക്ക് രണ്ടും അങ്ങോട്ട്. ഇടാ
ഇപ്പുറത്തുനിന്ന് ഇതിൻ്റെ ഇത് കിട്ടിയില്ല. അപ്പൻ ഇതിൻ്റെ എടാ ഇത് നല്ലപോലെ മൂടാ ശങ്കരൻ. അതല്ല കൈയിട്ട് പിടിച്ച് ഇത് എൻ്റെ കാല് കണ്ട ഈ 2 വലയും കണ്ട. ഇനി പറയുമ്പോൾ ഈ വല പൊക്കണം, 2 വലയും പൊക്കണം. പിടി ഇതേ ഈ ചവിട്ട് താഴെ കണ്ട എൻ്റെ കാല് ഇതിനുമ്പോഴേ വാള വരും. അപ്പാ ഞാനിവിടെ നിന്ന് കയറ്റിക്കോട്ടെ കേട്ടാ. അപ്പൻ അവിടെ നിന്നോ പയ്യ. അപ്പന് വല വേണമെങ്കിൽ വല എടുത്തോണം കേട്ടാ. ശങ്കര പറയാം കള പുറകിടല്ലേ. ഇതൊന്ന് മൂടിക്കടാ, ഇതൊന്ന് മൂടിയിട്ട് മൂടി കിടക്കട്ടെ. ഞാൻ ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉടക്കിയിട്ടോട്ടെ. ഞാൻ ഇവിടെ മൂടിയിട്ടുണ്ട്. നീ അടി ചേർത്ത് പിടിച്ചോണം, ഇല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ, നമുക്ക് വല പൊക്കാം കേട്ടാ. ആ അപ്പാ ആ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോണം, അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരും. അതാ പറഞ്ഞ മീൻ ചാടിപ്പോവില്ല. അപ്പാ ഇതിൽ നോക്കട്ടെ. ആ എട് അടി എൻ്റെ ഉണ്ട്, മേല് പിടിച്ചു. ഞാൻ കൂട്ടിയേ ശങ്കർ അങ്ങനെ നിന്നോണേ. അപ്പനെ അടിയൊന്നും വലിച്ചാടി ശങ്കര. നിന്റെ ആ ഞാൻ തന്ന അടിയിലെ ജോയിൻ്റ് വഴിയേ മീൻ പോത്തുള്ളു. അടിയായ ഇവിടം വരെ പൊക്കട്ടെ. ആ പോയോ പൊക്കി ഇങ്ങോട്ട് വല വിട്ടുക. ആ പറ ഇത് മറിച്ചു. അപ്പം ഇതും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്ക് വിടി ഇങ്ങോട്ട്. ഏതാ എടുക്കുന്നത്? അപ്പം പൊക്കി തീർന്നില്ലെന്ന്. അപ്പം ദേ ഇവിടെ വന്ന് ഇത് 2 കൂടെ പിടിച്ചേ. ഇവിടം പൊക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് മാറിപ്പൊക്കാം. ഈ ആമ്പയ്ക്ക് ഇടാം, ആമ്പയ്ക്ക് മൂടാമല്ലോ. എന്തായി പൊക്കട്ടെ ഇവിടാം. പൊക്ക് രണ്ടും ഇവിടെ ജോയിൻ്റാ, കുഴപ്പമില്ല. അപ്പം വൈകി കിട്ടും. ഈ വല ഇടുക. ഈ വല ഇട്. ഈ വല എവിടെയാ? അതതിൻ്റെ മേലോട്ടിടുക. ആ വലടാ, മറ്റേ വലടാ. എന്നിട്ട് ഇവിടം വരെ വന്നേ. ഈ വലക്കകത്താണല്ലോ. ഏത് വലക്കകത്ത്? ഈ വലയുടെ അകത്താ പുറത്താ? പുറത്ത് നിന്നോ? അതവിടെ മുറിച്ചത് ഇങ്ങോട്ടെടുത്ത് ഇത് പിടിച്ചാ ശങ്കരേ. ഒറ്റ അടിക്ക് പൊക്കണേ. അടി പൊക്കണം, അടി.
അടി രണ്ടും കൂടെ വലിക്കാവുന്ന രീതിയിൽ പിടിച്ചേ. ഞാൻ രണ്ടും ഒരുമിച്ചാണ് പിടിച്ചിരിക്കുന്നത്. നില്ല 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 നില്ല, ഇത് വലിക്കില്ല, ഇത് വലിക്കില്ല. ഈ പൊങ്ങ മാറിയില്ലെങ്കിൽ വല മറിയാൻ പാടായിരിക്കും. നീ മുങ്ങാൻ നേരത്ത് എൻ്റെ കാഴ്ചോട്ടി അപ്പപ്പാ അല്ലേ? അപ്പം പൊക്കിയോ, രണ്ടോനെ പൊക്കിയേ. പൊക്കിയോ. വല എനിക്കും കൂടെ വിട്ടു തന്നാല് വല ഇവിടെ ഇത് മൂട്. ഇവിടെ വരാവാ ശങ്കര, പൊക്കട്ടെ ഞാൻ. ഇല്ല ഇല്ല ഇല്ല, വല നോക്കട്ടെ. എൻ്റെ കാഴ്ചോട്ടി 2 വലയുണ്ട്. മീൻ വാള എവിടെ? നീ ഒന്ന് വലിച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് നടക്കുമ്പോൾ ഇത് റെഡിയാ. ഇത് പൊങ്ങി വരും വല. കാലേ വലിഞ്ഞാ വാളയല്ലേ? ഞാൻ പൊക്കുവാണേ. നീ വരത്താൻ പിടിച്ചോണം. ചവിട്ടറാ ഈ ചവിട്ട്. ഇത് പിടിച്ചോപ്പാ. ഞാൻ പൊക്കുമ്പോൾ നീ ചവിട്ടി പിടിച്ചോണ്ടിരിക്കല്ലേ. അപ്പാ ആ കഴുക്കോലിങ് എടുത്താ നമ്മടാ ചങ്ക പിടിച്ചോണേ. അവിടെ പൊക്കിയിടാനായിട്ടാ ഞാൻ പറഞ്ഞത്. എന്താടാ ശങ്കരേ, നീ ഈ വലയൊന്ന് വിട്ട്, ഈ വല വിട്ട്, ഈ കറുപ്പ് പോലെ അങ്ങോട്ട് മറിക്കും. നീ അത് മൂടിയിട്ടിട്ട് അത് നിന്റെ വേണ്ട. ഇത് പിടി, ഇത് പിടി. അടുത്ത ഇവിടെ പിടി. വാ, ഇങ്ങോട്ട് നടന്നു വാ. ഇത് ഇപ്പുറം വഴി വാ. വലയുടെ മേത്തൂടെ വന്നാൽ നിനക്ക് വരാൻ പറ്റുവാ? നീ ഇപ്പുറം വഴി വാ. ഇത് പിടി. മീനിടിക്കും, നോക്കിക്കോണം. ഇത് പിടി. അപ്പാ വലിയ വല അപ്പം കിഴക്കോട്ട് വലിച്ചോ. ഏടാ ഇവിടം തുറന്ന് കിടക്കുക. അത്രയും മതി. വാക്ക് വല ഞാൻ പിടിച്ചോളാം. നീ അത്ര നീ പിടിച്ചോ. ആ കിഴക്കോട്ട് മാറ്. ഓ എൻ്റെ പൊന്നെ. എടാ ഈ കിഴക്കോട്ട് മാറ് കുറച്ചുകൂടെ. അടി ഇങ്ങോട്ട് വന്നേ. ഇതൊന്ന് പിടിച്ചു വെച്ചേ. ഇങ്ങോട്ട് വാ. ഇത് മൊത്തത്തിൽ പിടിച്ചു പോയി. ഇത് ശങ്കര നിന്നടാ. ഇത് മൊത്തത്തിൽ അങ്ങോട്ട് പിടിച്ചു പോയി. ഇല്ല നില്ല ശങ്കര നിന്നടാ. അപ്പാ ഇതില് ശങ്കറിൻ്റെ നില്ല. ആ ഇത് മേടിച്ചു. ഇത് കൊമ്പൻ കയറി വരുന്നുണ്ടോ? കൊമ്പൻ അത് മേടിച്ചപ്പാ. അതിപ്പോൾ അവിടെ കൈ തുറന്നാനാ. ഇല്ല അവൻ്റെ ഇരിക്കുന്ന മേടിയിട്ട് ഇതിങ്ങന്നേക്ക്. അവൻ്റെ കൈ ഇരിക്കുന്ന മേടിച്ചേ. നമ്മളെ ഉള്ളുമല എടുക്കാനാ അതോ ഇതെടുക്കാനാ? ഉള്ളുമല എടുക്കാനാ പറഞ്ഞ അതെടുക്കണമെന്ന് ചോദിച്ചു. നമ്മളെ വലയെല്ലാം പോകും ചേട്ടത്. കൊമ്പൻ കിടക്കുന്നുണ്ട്. കൊമ്പൻ നമ്മളിപ്പം വലിയ വല എടുക്കാൻ പോകും. നമ്മളെ ഉള്ളും വല. ഇല്ല ആ കമ്പ് ഒന്ന് ഇങ്ങോട്ട് വരാതെ, ഇങ്ങോട്ട് വരാതെ ഒന്ന് ഒതുക്കി നിർത്തണം. ആ വാഹജാതെ
ശങ്കരേ ഇവിടെ ഒന്ന് കുടഞ്ഞേ. ഈ വാഹക്കുഞ്ഞൊക്കെ വലയെ വീണ ഉടനെ ടക്കെന്നും പറഞ്ഞ് കേട്ടോ അവൻ ചത്തുപോകും. കൂടാ കൂടാ മറ്റേ ആ എടാ ഈ ആ വലയൊന്ന് തുറന്ന് കാണിച്ചേ. ആ വലയൊന്ന് തുറന്ന് കാണിച്ചേ. ആ പുതിയ വല ആ വാളയും ജീവനുള്ളതൊക്കെ അതിൻ്റെ തൊട്ട് ഒറ്റ കൊമ്പൻ. മലകഥ ഇടണോ? ആ ഇട്ടേ. ചേറുമീൻ നല്ല അടിപ്പൻ ചേറുമീനല്ലേ അപ്പം ശങ്കരേ? ഇത് ചത്തുപോയി. ഇവിടെ ചത്തുപോയാൽ നമുക്ക് കരത്തിലേക്ക് മാറ്റാം കേട്ടാ. നീ എന്നിട്ടേ കാണിച്ചേ വെള്ളത്തിൽ ഇടാൻ പറ്റിയ വല്ലതും ഉണ്ടോന്ന് നോക്കിയാ. ഇല്ലല്ലോ. വരാല് ഒരു പ്രാണിയെ കണ്ട് ഓടി വായിക്കാത്ത കയറി. ആ കളഞ്ഞേക്ക്. നമ്മുടെ ഉള്ളും മലയാള മീനെടുത്ത് കുറച്ച് മീനേ ഉള്ളൂ. അത് ദൈവത്തെ കിടപ്പുണ്ട്. ഇനി നമ്മൾ ഈ തടവലക്കകത്താണ് നമ്മുടെ വാള കേട്ടോ. അപ്പോൾ ഈ തടവലന്ന് ഇപ്പം എടുക്കാൻ പോവാ. ഒതുക്കുമല്ലേ അപ്പം വരാല് കാണുന്നുണ്ടല്ലോ. അപ്പം ഭയങ്കരം വാളത് അപ്പൻ്റെ കൈക്ക് കടിച്ച് കിടക്കണം അവിടെ. നമ്മളാ വളർത്തിയും പോയത് കഷ്ടമായി പോയല്ലേ. അപ്പാ ഇല്ല മൂടിയിട്ട് ഞാൻ അതെടുത്തോണ്ട് വരുന്നവരാ. ചേർമീൻ ഇവിടുന്നാ വലിച്ചോ. പക്ഷെ സത്യം പറയാൻ നമുക്ക് വാള നല്ലതുപോലെ കിട്ടണ്ടായിരുന്നു. കമ്പും പോലെ കിടപ്പുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കിഴക്കേപ്പുറ വെച്ച ഒരു ടീമുണ്ട്. അവരിത് ഇവിടുന്ന് ഇടിച്ചനക്കിയാച്ചാ അവർ വല വെച്ചത്. നമ്മളിവിടെ വന്നപ്പോൾ 2-3 മറിയുന്ന കണ്ടാണ് നമ്മൾ വെച്ചത്. അത് കാരണം നമുക്ക് ഇപ്പം ഒരു 10-15 കിലോ വാളയുണ്ട് കേട്ടോ. വാള മാത്രം ഒരു 10-15 കിലോ ഉണ്ട്. പിന്നെ വാഹയാണ്. ആ 3-4 വാഹയും എല്ലാം കൂടെ. വാഹ നമുക്ക് കിട്ടിയ വാഹയും ചേറുമീൻ അതിൻ്റെ അപ്പം ഇവിടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അവരുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നമ്മൾ മേലോട്ടിഞ്ഞ് വെക്കാൻ പോവുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്ന പോലെ ബൈ ബൈ. ഇവരായിരുന്നു നമ്മുടെ മേളിൽ വെച്ച ആളിയാ. വാള കാണുന്നുണ്ടോ? വാള ഉണ്ടല്ലേ? ആണോ? പിന്നെ വാഹേ അതാണ് നമുക്ക് കിട്ടിയത്. അല്ലാതെ ഒരു 2 വാഹയും ഒരു ചേറുമീനും അതാ കിട്ടിയത്. അല്ലാതെ വേറൊന്നും കിട്ടിയില്ല. പിന്നെ ഇനി ആ മൂടിയിട്ടിരിക്കുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് കിട്ടിയ വാള അതേ കിടക്കുന്നത്. നമുക്ക് കിട്ടിയ വാള അത് നോക്കി എന്താ. അപ്പോൾ ഇവിടെ വീഡിയോകൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നല്ല നല്ല വീഡിയോസുകൾ ഉടനെ വരും.
അപ്പോൾ ഇതെല്ലാം ജീവനോടെ കിടക്കും എന്നാണ് നമ്മുടെ ഒരു കണക്ക് കൂടൽ കേട്ടോ. കണ്ണാടിയിലെ അണ്ണന്മാരെ അല്ല കണ്ണാടിയല്ലോ. ആ നമ്മളെ സഹോദരൻ ഏട്ടാ. അപ്പാപ്പിക്കെട്ടൊക്കെ 8-ന്റെ പണിയാണ്. 8-ന്റെ പണിയാണ്. ഇത് ഇവിടെ ഒരു വല കുത്തിയിട്ട് പിന്നെ 1 കിലോമീറ്റർ അപ്പുറം ഒരു വല. അത് കാരണം ഞങ്ങൾ മേലോട്ട് പോകണില്ല, ഞങ്ങൾ താഴത്തോട്ട് വരാം അല്ലേ. അത് തന്നെ കണ്ണാടിക്കാർ അവർ സ്ഥലം പറയുന്ന കേട്ടായിരുന്നു. കല്ലറക്കാരത്. ഞാൻ കണ്ണാടിക്കാരെന്നാ പറഞ്ഞത് നേരത്തെ. ആ കല്ലറക്കാർ പടുത അവിടെ തന്നെയാണ് ഞങ്ങൾ കേട്ടാ ഒരു വല വെക്കുന്നത്. ആ നിങ്ങൾ നോക്ക്, ഇനിയിപ്പോൾ നോക്കണമെന്ന് പറഞ്ഞാണോ നോക്കാതിരിക്കത്തില്ലല്ലോ. നിങ്ങൾ വെച്ചോളാം, ഞങ്ങൾക്ക് വിഷയമില്ലെന്ന്. വേണ്ട അണ്ണൻ്റെ സന്തോഷം മതി. അണ്ണൻ്റെ സന്തോഷം നമുക്ക് കണ്ടാൽ മതി. എല്ലാവർക്കും ലൈക്ക് അടിക്കണേ.